ഗൈസ്, ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ഞാൻ കാന്താര 2 കാണാൻ പോവുകയാണ്. നമ്മുടെ ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിലാണ് പോണത്. ഞാൻ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഏകദേശം 4:50 ഇനി 5:20 ഷോ. അപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ട് വരാം. ഞാൻ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ഇതുവരെയാണ് ബസ് പറഞ്ഞത്. ഞാൻ ടോൾമുക്ക് ജംഗ്ഷനിലേക്കാണ്. അപ്പോൾ നമ്മളിവിടുത്തെ പള്ളിയിലെ സൈഡിലൊരു അടിപൊളി കടലാസ് പൂ ഇങ്ങനെ പൂത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഡ്രീംസ് എത്തി, അതുകൊണ്ട് ആ ബസ്സിലാണ് വന്നത്. ഡ്രീംസ് എത്തി, അകത്ത് കയറി സിനിമയൊക്കെ കണ്ടിട്ടെങ്ങനെയാണെന്ന് പറയാം. ഭയങ്കര തിരക്ക് ഗൈസ്. ഞാൻ ഫോണിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആ സ്കാനറിൽ സ്കാൻ ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് വരാം. ഓ ഗൈസ്, ഒന്നും കാണാൻ വയ്യ. ഞാൻ അകത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല ഇരുട്ട്. ഇപ്പം കാണാം. ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് ഗൈസ്. അവസാനമാണ് ബുക്ക് ചെയ്തത്. ഏറ്റവും ഫ്രണ്ടിൽ M12 കണ്ടുപിടിക്കട്ടെ. സീറ്റ് ബുക്ക് ചെയ്ത് കണ്ടുപിടിച്ച് ഇനി ഇൻ്റർവെല്ലായിട്ട് വരാമേ ഗൈസ്. ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഞാൻ അകത്ത് ഒരു ലേസ് മേടിച്ചുകൊണ്ട് കയറുകയാണ്. ഒറ്റ കാര്യം സിനിമ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. 8:15 ഇപ്പം ഇറങ്ങി. എൻ്റെ മുന്നേ അടിപൊളി സിനിമ. എനിക്ക് ഭയങ്കര ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഗൈസ്, സിനിമ കണ്ടിട്ടിറങ്ങി. അടിപൊളി സിനിമ. എനിക്ക് ഋഷഭ് ഷെട്ടിയുടെ അഭിനയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി അഭിനയം എന്ന് പറഞ്ഞാൽ ലെജൻഡറി സിനിമ. എനിക്ക് സത്യം പറഞ്ഞാൽ കാന്താര 1 എനിക്ക് അത്ര വലുതായിട്ട് കത്തിയില്ലായിരുന്നു. പക്ഷെ ഇത് മാസീവ് പടം. ജയറാം, നമ്മളെ മലയാളികളുടെ അഭിമാനമായ ജയറാം സാർ കിഡിലും. ഒരു ഇന്റർവെല്ല് വരെ ചെറിയൊരു ലാഗായിരുന്നു. ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ആ സിനിമ ഒരു ഹൈപ്പിലങ്ങ് കയറി. ഇപ്പൊ ഞാൻ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മാമം ഹിപ്പ് ഹോപ്പ് ഒരു കടയാണ്. ഡ്രീംസോ അവരുടെ ഡ്രീംസ് കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീടെത്തിച്ചു വരാം. ഓക്കെ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രീംസ് തിയേറ്ററിൽ നിന്ന് ബസ് കയറി ഇവിടെ ടോൾമുക്കിൽ വന്നിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇരുട്ടൊക്കെ ഉള്ള ഇതൊരു മസ്റ്റ് വാച്ച് പടമാണ്. കാര്യം തിയേറ്ററിൽ തന്നെ ഒക്കെ പോയി കാണണം. കാര്യം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ OTT വന്നിട്ട് കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നാലും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടൂല. കാര്യം അങ്ങനത്തെ ഒരു സിനിമയാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഋഷഭ് ഷെട്ടി ഇത്രയും അടിപൊളി അഭിനയവും അതിൻ്റെ കൂടെ ഡയറക്ഷനും റിട്ടേണും എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കറിയണം. അത്ര മാസീവ് കിടില സാധനം. ഞാൻ ഇപ്പോഴും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം 9 മണിയാവാറായി. 8:15 ഷോ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടെ തന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടൊക്കെ വ്ളോഗ് ചെയ്യണേ നമുക്ക്. അപ്പോൾ ഇനി വ്ളോഗ് ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ ബൈ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.